souls, welcome back to my channel Arcana Studio 777. Okay, ലവ് റീഡിങ്ങിനായിട്ടും അതുമായി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള റീഡിങ്സിന് വേണ്ടിയിട്ടും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇതിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ലവ് എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. എൻ്റെ മെസ്സേജ് ആണ് ലവ് ഏഞ്ചൽസ്, റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് കരുതിയിട്ടുള്ളതെന്ന് നോക്കാം. ഓക്കെ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബന്ധപ്പെട്ട്, നിങ്ങളുടെ ലവ് ആയിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മെസ്സേജ് ആണ് ഏഞ്ചൽസ് എന്ന് നിങ്ങൾക്ക് നൽകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, യെസ്, ഇന്നത്തെ നിങ്ങളുടെ ലവ് എനർജി എന്ന് പറയുന്നത് ലവ് യുവർ സെൽഫ് ഫസ്റ്റ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ ആദ്യം സ്നേഹിക്കൂ, അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണിനെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റുന്നത്, കൂടുതൽ റൊമാൻറ്റിക് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ലവ് യുവർ സെൽഫ് ഫസ്റ്റ്. ഓക്കെ, നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ഒരിക്കലും ആരുടെ മുന്നിലും പണയം വയ്ക്കരുത്. അതുപോലെ തന്നെ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് കളയാതെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം നമ്മളെ തന്നെ സ്നേഹിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഏഞ്ചൽസ് നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കൂ, അപ്പോൾ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ അതേപോലെ സ്നേഹിക്കും. ഓക്കെ, അതാണ് ആദ്യത്തെ ഒരു മെസ്സേജ്. രണ്ടാമത്തെ മെസ്സേജ്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഫോക്കസ്ഡ് ആകുന്നത് പോലെ തന്നെ നിങ്ങളുടെ ഫിനാൻസിലും കരിയറിലും കൂടി ഫോക്കസ്ഡ് ആകുമെന്നാണ്. ഈ ഒരു ടൈം ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോൾ നിങ്ങളുടെ ലവ് ലൈഫിൽ അഫക്റ്റ് ചെയ്തിരിക്കാം. മേ ബി റിലേഷൻഷിപ്പിൽ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, എപ്പോഴും നമുക്ക് പണം അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്നത് വളരെ വലിയൊരു എനർജിയാണ്. ആ ഒരു എനർജി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്കിയെല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ടൈം റിലേഷൻഷിപ്പിൽ മേ ബി ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാം. അത് നിങ്ങളുടെ ലവ് ലൈഫിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറായി മാറിയേക്കാം എന്ന് പറയുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സാമ്പത്തികമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്താ പറയുക, ഒരു സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ ഉണ്ടായേക്കാം. സോ അതുകൊണ്ട് നിങ്ങൾ അതിന് മുൻകരുതലായിട്ട് എടുക്കുക. നിങ്ങൾ ഫിനാൻസിലും കരിയറിലും ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ കൂടുതൽ എന്താ പറയുക, ഏൺ ചെയ്യുക. അത് ഒരു ബാക്ക്